ഹായ് ഓൾ. ഇപ്പോൾ നമ്മൾ ഗ്രിഫിത്തിൻ്റെ ഇലക്ട്രോഡൈനാമിക്സിലെ പേജ് നമ്പർ 17 പ്രോബ്ലം 2.9 ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. സപ്പോസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ സം റീജിയൻ ഈസ് found to be E is equal to k r cube r cap in spherical coordinates. K is some constant. A. Find the charge density rho. B. Find the total charge contained in a sphere of radius r centered at the origin. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അത് E is equal to k r cube r cap ആണ്. അത് സ്പെറിക്കൽ കോർഡിനേറ്റ്സിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചാർജ് ഡെൻസിറ്റി റോയും ടോട്ടൽ ചാർജുമാണ് കാണാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നതൊക്കെ നമുക്ക് എടുത്തെഴുതാം. ദാറ്റ് ഈസ് നമുക്ക് E is equal to k r cube r cap എന്നും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് r, തീറ്റ, ഫൈ. നമുക്കറിയാം, നമുക്ക് ഗോസസ് ലോ അറിയാം. ഡെൽ ഡോട്ട് E is equal to റോ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്നതാണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് പഠിച്ചപ്പം അതിനകത്ത് പറയുന്നുണ്ട് ഡെൽ ഡോട്ട് ഇ, അതായത് ഡൈവേർജൻസിൻ്റെ ഒരു ഇക്വേഷൻ അതിനകത്ത് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 1/r² ഡോ ബൈ ഡോ ആർ r² ER പ്ലസ് 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഇ തീറ്റ സൈൻ തീറ്റ പ്ലസ് 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ ഇ ഫൈ. സോ ദിസ് ഇസ് ഇതാണ് നമ്മുടെ സ്പെറിക്കൽ കോർഡിനേറ്റ്സിലെ ഡൈവേർജൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് E is equal to k r cube into r cap ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? E എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി റേഡിയൽ. ദാറ്റ് ഈസ് ഇവിടുത്തെ ഈ തീറ്റയും ഈ ഫൈയും ഈക്വൽ ടു 0 ആയിരിക്കും. സോ അവിടുത്തെ ടേം ഡെൽ ഡോട്ട് E എന്ന് പറയുന്നത് 1/r² ഡോ ബൈ ഡോ ആർ r² ER എന്നുള്ളതായിരിക്കും അവിടുത്തെ ടേം. നെക്സ്റ്റ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് കാണാൻ പോവാണ്. ആദ്യമേ നമ്മൾ r² ER ആണ് കാണാൻ പോകുന്നത്. E എന്ന് പറയുന്നത് k r³ ആണ്. അപ്പോൾ നമ്മൾ r² ഇൻറ്റു k r³ എന്ന് പറയുമ്പം r³ ഇൻറ്റു r² ഇൻറ്റു r³ എന്ന് പറയുമ്പം k r⁵ എന്ന് കിട്ടി. ഇതിനെ നമ്മളിനി പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഇക്വൽ ടു ഡോ ബൈ ഡോ ആർ ഓഫ് r² ER ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ആർ ഓഫ് k r⁵ ആണ്. k കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് വെളിയിലെടുക്കാം. r⁵ എന്ന് കിട്ടി. അതുപോലെ നമുക്കറിയാം x⁻n എന്ന് പറയുന്നത് n ഇൻറ്റു x⁻n-1 ആണ്. അപ്പോൾ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും? k ഇൻറ്റു 5 ഇൻറ്റു n-1 5 - 1 എന്ന് പറയുന്നത് r⁴ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു k ഇൻറ്റു r⁴ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മളത് ഡെൽ ഡോട്ട് ഇയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ഡെൽ ഡോട്ട് E ഈസ് ഈക്വൽ ടു 1/r² ഇൻറ്റു 5k r⁴ എന്ന് കിട്ടി. r² r⁴ കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് 5k r² എന്ന് കിട്ടി. അതുപോലെ നമ്മൾ നേരത്തെ ഗോസസ് ലോ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് ഡെൽ ഡോട്ട് E ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റോ ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഡെൽ ഡോട്ട് E എന്ന് നമുക്ക് എഴുതാം. ഡെൽ ഡോട്ട് E നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എപ്സിലോൺ 0 ഇൻറ്റു ഡെൽ ഡോട്ട് E എന്ന് പറയുന്നത് 5k r². ഒന്ന് അറേഞ്ച് ചെയ്തെഴുതുമ്പോൾ നമുക്ക് 5 എപ്സിലോൺ 0 k r² എന്ന് നമുക്ക് എഴുതാം. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. ചാർജ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു 5 എപ്സിലോൺ 0 k r² എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടോട്ടൽ ചാർജാണ് കാണാനുള്ളത്. അപ്പോൾ
ടോട്ടൽ ചാർജ് ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രൽ ഓഫ് റോ ഡീറ്റോ, അത് എവിടെ മുതലാണ് 0 മുതൽ ക്യാപിറ്റൽ R വരെ. ബിക്കോസ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടെയ്ൻഡ് ഇൻ എ സ്പിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R എന്ന് കൊടുത്തിട്ടുണ്ട്, സെൻറ്റേർഡ് അറ്റ് ദി ഒറിജിൻ. അപ്പോൾ ഒറിജിൻ മുതൽ R വരെയുള്ള 0 to R എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ അതുപോലെ തന്നെ സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ ഡീറ്റോ എന്ന് പറയുന്നത് 4πr² dr ആണ്. റോയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദെയർഫോർ Q ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to R 5ε0 kr² ഇൻറ്റു ഡീറ്റോ എന്ന് പറയുന്നത് 4πr² dr. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ ε0 k പൈ. ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം. ദാറ്റ് വിൽ ബി 5ε0 പൈ k ഇൻറ്റു r ഇൻ്റഗ്രൽ 0 to r r⁴ dr. ഇവിടെ ഒരു r² ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്, അത് r⁴ ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20πε0 ഇൻറ്റു k 0 to r r² r⁴ dr എന്ന് പറയുമ്പം r⁵/5 ആകും. ബിക്കോസ് ഇൻ്റഗ്രൽ ചെയ്യുമ്പം x⁴n+1/n+1 ആണ്. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ആൻഡ് ദാറ്റ് ഈസ് അത് 20πε0 k ഇൻറ്റു നമുക്ക് ഇൻ്റർവൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് r⁵/5 മൈനസ് 0⁵5 എന്ന് കിട്ടും. സോ ഇത് 0 ആയിപ്പോൾ. ദെയർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 20πε0 ഇൻറ്റു k ഇൻറ്റു r⁵5/5 കിട്ടും. ഈ 5ഉം ഈ 20ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ദാറ്റ് ഈസ് 4πε0 ഇൻറ്റു k r⁵5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ബിയുടെ Q ഈസ് ഈക്വൽ ടു 4πε0 k r⁵5 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ. താങ്ക് യു.